നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ ജ്ഞാന കർമ്മസന്യാസ യോഗമെന്ന 4-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. കർമ്മണ്യകർമ്മ യപശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണഃ കർമ്മകൃത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കർമ്മണി അകർമ്മ യഹ പശ്യേത് അകർമ്മണി ച കർമ്മ യഹ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃഷ്ണ കർമ്മകൃത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. കർമ്മണി അകർമ്മ അകർമ്മണി കർമ്മ ച യഹ പശ്യേത് സഹ മനുഷ്യേഷു ബുദ്ധിമാൻ സഹ യുക്തഃ കൃഷ്ണ കർമ്മകൃത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ആത്മജ്ഞാനിയായ യാതൊരു നരനാണോ ഫലകാംക്ഷ ഇല്ലാതെ, കർത്തൃത്വ ഭാവന ഇല്ലാതെ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നത്, അയാൾ മനുഷ്യരിൽ ബുദ്ധിമാനാകുന്നു, അങ്ങേയറ്റം വിവേകശാലിയാകുന്നു, ബുദ്ധിശാലിയാകുന്നു. യോഗിയായ അവൻ എല്ലാ കർമ്മങ്ങളെയും പൂർണ്ണമായി ചിട്ടയോടുകൂടി ചെയ്യുകയും ചെയ്യുന്നെന്ന് സാരം. നമസ്തേ.